അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഭാഗം 21. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന നളിർ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് ഓതി കേൾപ്പിക്കുന്ന സമയത്ത് ഇവൻ എവിടെയെങ്കിലും അവിടെ ഇവിടെയൊക്കെ കച്ചവടത്തിന് പോയ സന്ദർഭത്തിൽ പഴയകാലത്തിൻ്റെ കള്ളക്കഥകളുള്ള ചില പുസ്തകങ്ങൾ വാങ്ങി ജനങ്ങളെ ഖുർആനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവൻ ഈ പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കും. എന്നിട്ട് അവൻ പറയും, വൈദാ തുത്ല അലൈഹിം ആയാതുന ഖാലൂ ഖദ് സമിഅനാ ലൗ നശാഉ ലഖുൽനാ മിത്ല ഹാദാ ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. അവൻ്റെ ആ പുസ്തകങ്ങൾ ആളുകളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടവൻ പറയും, ഇത് നമ്മുടെ പുസ്തകത്തിൽ ഉള്ളതുപോലെയുള്ള പഴയകാലത്തിൻ്റെ കള്ളക്കഥകളാണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞ് ജനങ്ങളെ വസ്വാസാക്കുകയും ജനങ്ങളെ ഖുർആനിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന വലിയ ഇസ്ലാമിൻ്റെയും നബിതങ്ങളുടെയും ഖുർആനിൻ്റെയും വലിയ ശത്രുവായിരുന്ന മനുഷ്യനായിരുന്നു നളിർ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ പരിശുദ്ധ ഖുർആനിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല നിലക്കും അവനെ ഇൻദാർ ചെയ്യും, അവനോട് മുന്നറിയിപ്പ് നൽകും. ഖുർആനിൽ നിന്ന് പിന്തിരിയേണ്ട, ആളുകളെ പിന്തിരിപ്പിക്കേണ്ട, വലിയ അപകടത്തിലേക്ക് എത്തുമെന്ന് പലപ്പോഴും പറയുന്ന സമയത്ത് അവൻ പറയും, വൈദ ഖാലു അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക് ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാഇ അവഇതിനാ ബിഅദാബിൻ അലീം. നിങ്ങൾ പറയുന്ന ഈ പരിശുദ്ധ ഖുർആൻ അത് സത്യമാണെങ്കിൽ ആകാശത്തിൽ ഞങ്ങൾക്ക് കല്ല് ചൊരിയുന്ന, കല്ലുകൾ തലയിലേക്ക് വീഴുന്ന മഴ വരട്ടെ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും വേദനാജനകമായ വളരെ ശക്തമായ ശിക്ഷ ഞങ്ങൾക്ക് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന മനുഷ്യനായിരുന്നു. ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് റഹ്മത്തായിട്ടാണ് ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. ആ റഹ്മത്തിൻ്റെ ഒരു ഭാഗമാണ് വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. ഓ നളിറെ, നീ പലപ്പോഴും ആകാശത്തിൽ നിന്ന് കൽമഴ വരട്ടെ, കല്ലുകൾ ചൊരിയുന്ന മഴകൾ വരട്ടെ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കഠിനമായ ശിക്ഷകൾ വരട്ടെ എന്ന് പറഞ്ഞ് പറയേണ്ട. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലുള്ള കാലത്തോളം ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അദാബുകൾ ഇറക്കാനില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയില്ല. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ ലോകത്തേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തായിട്ടാണ് വന്നത്. അതുകൊണ്ട് റഹ്മത്തായ ആ നബി ഈ ഭൂമിയിൽ ഉള്ള കാലത്തോളം ഒരിക്കലും ആകാശത്തിൽ നിന്ന് കല്ലുകൾ ചൊരിയുന്ന മഴ, പഴയകാലത്തുള്ള നബിമാരുടെ ഉമ്മത്തിന് ഇറക്കിയതുപോലെയുള്ള അദാബുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയില്ല. അതുകൊണ്ട് അതൊന്നും നീ ചോദിക്കണ്ട. നിനക്ക് ചിലപ്പോൾ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ചില ആളുകൾക്കോ പ്രത്യേകമായിട്ട് ശിക്ഷകൾ വരാം. അത് അവസാനം വരികയും ചെയ്തു. അവസാനം ബദ്ർ യുദ്ധത്തിൻ്റെ സമയത്ത് അവൻ ചത്തു വീണു. ഈ നളിർ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ. ഞാൻ പറഞ്ഞു വന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നത്, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. തങ്ങൾ ഈ ഭൂമിയിലുള്ള കാലത്തോളം ഒരിക്കലും ഞാൻ ആകാശത്തിൽ നിന്ന് തീമഴയോ അല്ലെങ്കിൽ കല്ലുകൾ ചൊരിയുന്ന മഴയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അദാബുകളോ ഒരിക്കലും ഇറക്കുകയില്ല. കാരണം റഹ്മത്താൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് മാത്രമല്ല, ആകാശത്തിലുള്ള ജനങ്ങൾക്കും ആകാശം ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾക്കും റഹ്മത്തായിട്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് അങ്ങനെയുള്ള ശിക്ഷകളൊന്നും നീ ചോദിച്ചു വാങ്ങണ്ട, അങ്ങനെയുള്ള ശിക്ഷകളൊന്നും ചോദിക്കണ്ട, അങ്ങനെയുള്ള പരിഹാസ്യങ്ങൾ നീ പറയണ്ട എന്ന് പരിശുദ്ധ ഖുർആൻ അവനോട് പറയുകയാണ്. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത്, അവിടുത്തെ റഹ്മത്ത് അല്ലാഹു ഈ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.